അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, BMC ഒരുക്കുന്ന ഈ മഹത്തായ റമളാൻ സന്ദേശങ്ങൾ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ബഹ്റൈൻ ICFൻ്റെ അഭിനന്ദനങ്ങൾ BMCക്കും അതിൻ്റെ പ്രവർത്തകർക്കും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ റമളാനിൽ മുസ്ലിമീങ്ങൾ കൂടുതൽ ചെയ്യേണ്ട, നോമ്പ് നോൽക്കുന്നു, മറ്റ് കർമ്മങ്ങൾ എല്ലാം ചെയ്യുന്നതിൽ വളരെ പ്രാധാന്യത്തോടെ കണക്കിലെടുക്കുകയും നൽകുകയും ചെയ്യുന്ന ഒന്നാണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ധർമ്മത്തിന് ഇസ്ലാം വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഏതു മതത്തിലും ധർമ്മം എന്ന് പറയുന്നത് വലിയ ഒരു സൽക്കർമ്മമാണ്. ഏതു മതക്കാരും ധർമ്മം ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധർമ്മം എന്ന് പറയുന്നത് വിപത്തുകളെ തടയുമെന്നാണ്. ധർമ്മം ചെയ്യുന്നതിലൂടെ വരാനിരിക്കുന്ന വിപത്തുകൾ തട്ടപ്പെട്ടു പോകാൻ അത് വലിയ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകി. അതും വിശുദ്ധ റമളാനിലാകുമ്പോൾ തൻ്റെ കൂടെ കഴിയുന്നവർ, പ്രിയപ്പെട്ടവർ, നാട്ടുകാർ, അയൽവാസികൾ എന്നു മാത്രമല്ല വിവിധങ്ങളായ സ്ഥലങ്ങളിലുള്ള മനുഷ്യർക്കൊക്കെയും നമ്മുടെ വിശിഷ്യ കേരളക്കാർ ദാനധർമ്മങ്ങളിൽ വളരെ മുമ്പിലാണ്. വിശുദ്ധ റമളാനിൽ അത് ഒന്നുകൂടി ഒരു പടി മുന്നോട്ട് എല്ലാ ജനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് സന്തോഷകരമാണ്. അതേപോലെ തന്നെ നോമ്പ് തുറപ്പിക്കൽ, ഇഫ്താർ സംഗമങ്ങൾ, ഇഫ്താറുകൾ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരും അതല്ലെങ്കിൽ ഭക്ഷണത്തിന് സൗകര്യം കുറയുന്നവരുമായ ആളുകൾ, ജോലി കൊണ്ടും മറ്റും അത്തരക്കാരെ വിളിച്ച് അവർക്ക് വിഭവങ്ങൾ നിറച്ച് നോമ്പ് തുറപ്പിക്കുന്നത് വലിയ പുണ്യമുള്ള കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതേപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം എല്ലാ ദിവസങ്ങളിലും അതിന് വലിയ പുണ്യമുണ്ടെങ്കിലും പരിശുദ്ധ റമളാനിൽ ഖുർആൻ ഓതുന്നതിന് വലിയ പുണ്യമാണ്. അതേപോലെ തന്നെ സഹജീവികളോട് കാരുണ്യം കാണിച്ചുകൊണ്ട് നന്മകളുടെ വാതായനങ്ങൾ അവർക്ക് വേണ്ടി തുറക്കുവാനും അതേപോലെ തന്നെ അകന്നു നിൽക്കുന്നവരെ അടുപ്പിക്കാനും കുടുംബത്തിലും ബന്ധത്തിലും സ്വന്തത്തിലുമുള്ള ആളുകൾ എന്നു മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും, മനുഷ്യരായ മുഴുവൻ ആളുകളെയും ഒരുപോലെ കാണേണ്ട ഒരു പ്രത്യേക മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. എല്ലാ സമയത്തും ഇസ്ലാം പറയുന്നത് മനുഷ്യരെല്ലാവരും ഒന്നാണ്, മനുഷ്യരെ എല്ലാവരെയും ഒരേപോലെയാണ് നാം കാണേണ്ടത്. മനുഷ്യനെന്ന ആ ഒരു പദവിയിൽ എല്ലാവരും തുല്യരാണ്. മതം പലർക്കും പലതായിരിക്കാം, പക്ഷേ ഓരോരുത്തരും അവരവരുടെ മതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ ആരാധനകർമ്മങ്ങളിൽ നിരതരാകുമ്പോഴും പരിശുദ്ധ ഇസ്ലാം പറയുന്നു, ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ. നിങ്ങൾ ഒരു മതത്തിൻ്റെയും ആരാധ്യ വസ്തുക്കളെയോ ആരാധകരെയോ നിങ്ങൾ ചീത്ത പറയരുത്. കാരണം അത് അങ്ങനെ പറയുമ്പോൾ അവർ അറിവില്ലാതെ മറുവിഭാഗം എന്തു ചെയ്യും? അള്ളാഹുവിനെ അവർ ചീത്ത പറയാൻ അത് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഒരു മതത്തെയും കുറ്റപ്പെടുത്തുകയോ കുറച്ചിലുകൾക്ക് വിധേയമാക്കുകയോ ചെയ്യരുത്. എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുകയും സാഹോദര്യം നിലനിർത്തുകയും ചെയ്യേണ്ടവരാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം ഖുർആൻ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ഫലിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ജനങ്ങളായി കണ്ട് അവരവരുടെ ആരാധനകൾ, കർമ്മങ്ങൾ ചെയ്യുന്നതിനെതിര് പറയുകയോ അതല്ലെങ്കിൽ മറ്റ് വിദ്വേഷ വെറുപ്പുകൾ ഉണ്ടാക്കുകയോ സ്പർദ്ധ ധരിപ്പിക്കുകയോ ചെയ്യുന്ന വിഷയങ്ങൾ ഒരു മുസ്ലിമിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വിശുദ്ധ റമളാനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി ഇസ്ലാം ഊന്നിപ്പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ, ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുള്ള വേദി കൂടിയാണ് വിദേശമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വിദേശത്തേക്ക് വന്നത്, പ്രവാസ ജീവിതം നയിക്കുന്നത് കുടുംബത്തെ നല്ല രൂപത്തിൽ പരിപാലിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അതോടൊപ്പം കിട്ടുന്ന സമയങ്ങളിൽ ഇതേപോലത്തെ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരുപാട് സഹജീവികൾക്ക് കരുണ ചൊരിയുന്ന ഒരു നല്ല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാരണക്കാരാകുമ്പോൾ തീർച്ചയായും
നാം അറിയാതെ നാം നന്നാകുന്നു എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ഒരുപാട് ജനങ്ങൾ പ്രാർത്ഥന നിരതരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം നല്ല പ്രാർത്ഥനകൾ വിധേയമാകാൻ പറ്റുന്ന നല്ല ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. റമദാൻ തീരുന്നതിന് മുമ്പ് നാം എല്ലാവരും ഒരേപോലെ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കൂടെ കഴിയുന്നവർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരെയും നാം മനുഷ്യരായി കണ്ടുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടെയും നല്ല രൂപത്തിൽ ജീവിക്കുകയും അതോടൊപ്പം ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ലഹരി പോലത്തെ വസ്തുക്കൾക്കെതിരെ കർശനമായ നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മളെ കുടുംബത്തെയും സ്വന്തത്തെയും സമൂഹത്തെയും നാടിനെയും നന്നാക്കാൻ നാം ഒക്കെ ഒരുമിച്ച് പരിശ്രമിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.